നീ ആ സ്റ്റാറിയുടെ ഒന്ന് നേരെ കിടി, എന്റെ കൈയാണ് എത്തിയത്. പിള്ളേര് വീട്ടിലില്ലാത്ത വല്ലാത്തൊരു ബോറടി മാറ്റാനായിരിക്കും ഈ അടി തുടങ്ങിയത്. അതിപ്പോ ക്രിസ്മസ് സീസണൊക്കെ അല്ലേ, വേറെ എന്നാ ചെയ്യാൻ പോണു ഈ തണുപ്പത്ത്? തണുപ്പ് മാറേണ്ട താമസം, പിന്നെ ചൂട് കൂടിയതിന് വേറെ അടി. നീ അത് കള. നമ്മുടെ ചാക്കോ വിളിച്ചിരുന്നു, ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചാക്കോയോ? നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ഇല്ലേ? ഓ, ചാക്കോച്ചൻ. ചാക്കോ പാറക്കൽ. പാറക്കലല്ല, പാരവയ്ക്കൽ അങ്ങേരുടെ മെയിൻ പണി. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നമ്മുടെ പാനൽ ജയിക്കുമെന്ന് കണ്ടപ്പം ഇലക്ഷന്റെ തലേദിവസം അങ്ങേര് ഇതുപോലൊരു പാർട്ടി വെച്ചു. ബ്ലൂ ലേബലാ പൊട്ടിച്ചത്. പിറ്റേന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയതാ നമ്മുടെ പാനലിലുള്ളവർ പോലും മാറ്റി കുത്തിയോന്ന്. 8 നിലയിലല്ലേ പൊട്ടിയത്. എന്തായാലും അങ്ങേരെ എല്ലാവർക്കും വലിയ മതിപ്പാ. പിന്നെ അതാ കുപ്പി കാരണ. അല്ല, വെള്ളിയാഴ്ച നമ്മളെ അങ്ങ് വിളിച്ചേക്കണ എന്തിനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവണില്ല. ചിലപ്പം പുള്ളിയുടെ പാനലിൽ നിർത്തി മത്സരിപ്പിക്കാനായിരിക്കും. സെക്രട്ടറി പോസ്റ്റിൽ കുറഞ്ഞ ഒരു പോസ്റ്റും ഞാൻ എടുക്കത്തില്ല. അതിന് എഴുത്തും വായനയും അറിയാവുന്നവര് വേണ്ടേ? നീ എന്നാ പറഞ്ഞ? അല്ല, ആ പാർട്ടി എന്നാന്ന്? ഫ്രൈഡേ. ഫ്രൈഡേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, ഞാനില്ല. അല്ല, നീയും പിള്ളേരും കാണത്തില്ലെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. എന്തായാലും അങ്ങേര് പറയാ ആ നേഴ്സിംഗ് പിള്ളേരെ കൂട്ടിക്കൊണ്ടില്ല. ഏത് നേഴ്സിംഗ് പിള്ളേർ? നമ്മുടെ ആ മഹേഷും ബേബിക്കുട്ടനും ഇല്ലേ, അവരെ. അല്ല, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാ പോലും? ചിലപ്പോ അസോസിയേഷനിൽ ചേർക്കാനായിരിക്കും. ഏതായാലും കൈയും വീശി അങ്ങോട്ട് ചെന്നേക്കരുത്. അങ്ങേര് നമ്മുടെ മോടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നതാ. അതിപ്പോ എന്നാ മേടിക്കാം, അതിന് കുഴപ്പമില്ല. നീ ആ എഴുത്തൊന്നും നിർത്തിയിട്ട് ഇച്ചിരിക്കും മാറിയിരുന്നേടി. പിള്ളേരൊന്നും ഇവിടെ ഇല്ലല്ലോ. ഓ, എന്ന് വന്നാൽ നൈറ്റ് ഡ്യൂട്ടിയാ. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. വയസ്സുകാലത്താ റൊമാൻസ്. വയസ്സ് എടീ, ആ പയ്യന്മാരെ കൂട്ടിക്കൊണ്ട് എല്ലാം ചാക്കോ പറഞ്ഞ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം പള്ളി വെച്ച് ചാക്കോയും ഭാര്യയും നമ്മുടെ ബേബിയെ കണ്ടിരുന്നു. അവർക്കൊരു മോളുണ്ടല്ലോടി. എന്നാ അതിന്റെ പേര്? ലിറ്റിയോ? ലിറ്റി. ആ, ലിറ്റി. അവക്ക് കല്യാണം ആലോചിക്കാൻ വല്ലോ ആയിരിക്കും. ചാക്കോ മരത്തെ കാണുമ്പോളേ ഈ ജോർജ് മാനത്ത് കാണും. ഏതായാലും ബേബിക്കുട്ടനോടൊന്ന് കരുതിയിരുന്നോളാം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആ എഴുത്ത് കഴിയുമ്പത്തേ ഇതൊന്ന് നന്നായിട്ട് പോഞ്ഞു തന്നെ. ഇതാ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോണത്. ചാക്കോ നമ്മുടെ മോടെ ബർത്ത്ഡേക്ക് വന്നപ്പോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. പിന്നെ മോടെ ബർത്ത്ഡേക്ക് വാൾമാർട്ടിൽ നിന്ന് $10 കിട്ടുന്ന സാധനം മേടിച്ചു തന്നത്. ഇത് നല്ല ഫസ്റ്റ് സാധന, ഷോക്കേസ് വെക്കാൻ ഒന്നാമത്തെ സാധന. അല്ലാതെ തന്നെ ഇത് കാരണം നടക്കാൻ വേണമെന്നാണല്ലോ നിന്റെ പരാതി. കുറച്ചങ്ങ് ഒഴിഞ്ഞു പോട്ടേ. നിങ്ങൾ എന്ത് കുന്തം വേണേലും കാണിച്ചു, ഞാൻ ഇത് ഏതായാലും പുതിയ. ഓ, നീ പുതിയല്ലേ, ഞാൻ പോഞ്ഞോളാം, കുഴപ്പമില്ല. ഞാനല്ലേ മോളുള്ളൂ, വിഷമിക്കണ്ട. ആയിക്കോട്ടെ. നമ്മളിപ്പോ പോകുന്നത് ചാക്കോടെ യഥാർത്ഥ വീട്ടിലേക്കല്ല. പുള്ളിയുടെ മകള് കോളേജാണല്ലോ പഠിക്കണം. അപ്പൊ ആ കോളേജിന്റെ അടുത്ത് മകൾക്ക് താമസിച്ച് പഠിക്കാൻ വേണ്ടിട്ട് പുള്ളി ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാ പോണത്. പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ഫ്ലാറ്റ്? പിന്നെ പുള്ളി നല്ല പൈസക്കാരനാ, നല്ല പൈസയുള്ള പാർട്ടിയാ. അപ്പൊ പുള്ളിക്ക് ഇതുപോലെ പല വീടുകളുണ്ട്. നീ ഗോളടിച്ചടാ, കിട്ടിയാ നമ്മള് രക്ഷപ്പെട്ടു. പിന്നെ കല്യാണമൊക്കെ ഇണങ്ങുവാണെങ്കിൽ നമുക്ക് പുള്ളിയുടെ വലിയ വീട്ടിൽ പോവാം. പുള്ളിക്ക് ഇതുപോലെ 5-6 വീടുകളുണ്ട്. പലതും വാടകയൊക്കെ കൊടുത്തേക്കുവാ. നല്ല കാശൊന്നും കൂട്ടത്തില്ല. ഉഗ്രം കാശല്ലേ, ഉഗ്രം കാശ്. കല്യാണം നടന്ന അതിന്റെ യോഗം. അടിച്ച കോളല്ലേ. ഇഷ്ടപ്പെടാന്നുള്ളതാണ്. അതൊക്കെ ശരിയായിക്കോളന്നേ. പ്രാർത്ഥിച്ചോ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതാണ് വീടല്ലേ? ഇത് വീടല്ല, ഇത് ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റാ. നമ്മള് ഈ ഇവിടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് അതെ അച്ഛേ, ഞങ്ങൾ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പെണ്ണ് കാണലിനൊക്കെ പോകുന്നത്. ഞങ്ങളോ? അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ പെണ്ണ് കാണാൻ? അല്ല ചേ, ഞങ്ങള് രണ്ടുപേരുടെയും കൂടെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ. ടെൻഷൻ ഒന്നും വേണ്ട കൊച്ചേ. എന്റെ ആദ്യത്തെ പെണ്ണ് കാണിച്ചേക്കും എനിക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മാറിയില്ലേ. പിന്നെ 1 മണിക്കൂർ കിട്ടിയാൽ ഓടി നടന്നല്ലേ പെണ്ണ് കണ്ട. പിന്നെ ഈ കാര്യങ്ങളൊന്നും റിൻസിയെ കാണുമ്പോൾ പറഞ്ഞേക്കരുത്. മാത്രമേ കണ്ടിട്ടുള്ളെന്നാ ഞാൻ പറഞ്ഞേക്കണത്. ചേ, ഈ പെണ്ണിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടോണേ. ആയിക്കോട്ടെ, കേക്കട്ടെ.
അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, കുട്ടിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാമോ? ഉപ്പുമാവോ? എടാ ചോദിക്കുമ്പോ വല്ല മട്ടൻ ബിരിയാണിയോ പൊറോട്ടയോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കണ്ടേ? അച്ഛൻ ഉപ്പുമാവ് ചെറിയൊരു വീക്ക്നെസ് അച്ഛേ. കെട്ടുവാണെങ്കിൽ നല്ല ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൊച്ചായിരിക്കുന്നു. ഏനെങ്കിലും ചെയ്യാട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, ജോലി ചെയ്യാനാണോ വീട്ടിലിരിക്കാനാണോ താല്പര്യം? എടാ കൊച്ചെ, ഇങ്ങനെ ഒരു ചോദ്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ അവൾ എന്നാ പറയണേ? ജോലി ചെയ്യാതെ വീട്ടിലിരിക്കാനാ ഇഷ്ടം എന്ന് പറയും. ആട്ടെ, നിനക്ക് എങ്ങനെയുള്ളതാ വേണ്ടത്? ഇഷ്ടം എനിക്ക് രണ്ടും ഓക്കെ അച്ഛേ. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നില്ല. ഓ എന്ന് ചോദ്യം. തേർഡ് ക്വസ്റ്റ്യൻസ്, യേശുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ആരാണ്? അവളെ മടത്തി വിടാനാണോ അതോ കല്യാണം കഴിക്കാൻ? അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ പോകുന്ന കൊച്ചായിരിക്കണം. അറിയാം പള്ളിയിൽ പോകുന്ന ദൈവഭക്തിയൊക്കെ. ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല ആട്ടെ, ഈ ചോദ്യങ്ങളൊക്കെ നീ തന്നെ തയ്യാറാക്കിയതാണോ? അല്ല, ഞങ്ങൾ ഇത് ഞാൻ അവന് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നിന്റെ സഹായം ഉണ്ടല്ലേ? ഇങ്ങനെയാണ് എളുപ്പം നിന്നും ഇവന്റെ കല്യാണം കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ല ഞാനും 1-2 ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എടുക്കട്ടെ? വേണ്ട 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 വേണ്ട, കേട്ടെടുത്തോളം മതി നിന്റെ സഹായം. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, അവിടെ ചെല്ലുമ്പം അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തു വെക്കും. ഒരെണ്ണത്തിൽ കൂടുതൽ കഴിച്ചു പോരുത്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അല്ലാതെ വാരി വലിച്ച് ചുമ്മാ കുടിച്ചേക്കരുത്. എന്നാ നമുക്ക് പോയേക്കാം. ആയിക്കോട്ടെ. അതെ, അവരിങ്ങ് എത്താറായി. ഓ, നിന്റെ ഒരു ഒരുക്കം. മോൾ ഇതുപോലൊക്കെ ഒരുങ്ങിയാണോ ഇരിക്കുന്നത്? അവര് വരുമ്പോ എല്ലാം റെഡി ആയിരിക്കണം കേട്ടാ. ഷൂ ഒന്നും ഊരേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യും, ജാക്കറ്റൊക്കെ ഞാൻ അകത്ത് കൊണ്ടുവരാം. അപ്പൊ ജോർജ്, റിൻസിക്ക് ജോലിയാ അല്ലേ? അതെ അതെ, അവർക്ക് ജോലിയാ. ഈ മക്കളുടെ പേരൊക്കെ? എന്റെ പേര് മഹേഷ്. എന്റെ പേര് ബോബി. ഓ, നമ്മള് പള്ളിയിൽ കണ്ടതല്ലേ? അപ്പോഴേ നിങ്ങൾ ഇരിക്കേ, ഞാൻ അവളെ വിളിക്കാം. ഓക്കെ ഓക്കെ, നാളെ പിള്ളേരെ ഇവിടെ ഇരിക്കാം. അല്ല, കഴിഞ്ഞ ആഴ്ച വരെ നിന്റെ പേര് ബേബി എന്നല്ലായിരുന്നോടാ? ഇപ്പൊ എന്നാ പെട്ടെന്നൊരു മാറ്റം? അച്ഛേ, ഞാൻ നമ്മുടെ പേര് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു നോട്ടവും ചിരിയൊക്കെ. ഇതിനെ വല്ല പ്രശ്നമുള്ള പേര് വന്നു? ഏയ്, പിന്നെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഞാൻ നമ്മുടെ പേരൊന്ന് ചുരുക്കി ബോബി എന്നാക്കി. ഏതായാലും ബോംബ് എന്നാക്കാത്ത നന്നായി. ഞാനും എന്റെ പേര് മഹേഷ് എന്ന് മാറ്റിട്ട് മഹി എന്നാക്കിയല്ലോ ഒന്ന് ആലോചിക്കുക. മാഹിയോ? മാഹിയല്ല, മഹി. മഹി എന്നാന്ന് ചെയ്യ? മാതാവേ, ഈ സംഭവം ഇവിടെ നിന്ന് കത്തി ഇവിടെ ഫയറെല്ലാം ഒന്നും അടിക്കത്തില്ലേ? അതങ്ങനെ ചുമ്മാ ഒന്നും അടിക്കല്ലോ കൊച്ചേ. നമ്മുടെ വീട്ടിൽ അന്ന് ആ പോലീസുകാരൻ വന്ന് തോക്ക് കാണിച്ച പിന്നെ ഞങ്ങളുടെ അടുപ്പ് കത്തിക്കൽ നിർത്തി. അങ്ങനെ നിർത്തി അങ്ങനെ തീറ്റ കൂടി നടക്കണേ? ഇതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്താൽ മതി. അടുപ്പ വെച്ചിട്ട് നമ്മൾ വായം പൊളിച്ചു എല്ലായിടത്തോടൊക്കെ പോയിരിക്കരുത്. ഓംലെറ്റ് ഉണ്ടാകാൻ. അച്ഛാ, ഈ നല്ല ക്രിസ്മസ് ട്രീ. നല്ല ട്രീയാ. അയ്യോ, ട്രീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നു. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വണ്ടിക്കകത്തായിരിക്കണേ. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. നിങ്ങളോട് നിൽക്കോട്ടോ. ഭയങ്കര വിലയായിരിക്കും. മക്കൾ ഇരുന്നില്ലേ? നിങ്ങൾ ഇരിക്കേ. അപ്പൊ ഇരിക്കുന്നേ. അപ്പൊ എങ്ങനെയാ, ഒരു ചായ എടുക്കാൻ പറയട്ടെ? ആയിക്കോട്ടെ. മോളെ, ചായ ഉണ്ടോ കേട്ടോ? ഇവർക്ക് ചായ. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല തിരക്കാ. ഞങ്ങളിപ്പോ കൂടുതൽ നൈറ്റാ ചെയ്യുന്നത്. നൈറ്റ് ചെയ്യാൻ അപ്പൊ കുറച്ച് കൂടുതൽ പൈസ കിട്ടില്ല, അവർലി റേറ്റ്. കാശ് പൈസ ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നത്? കുഴപ്പമില്ല. എന്താ പേര്? മോളി. നൈസ് നെയിം. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാ. എന്താ ഇതല്ലേ? ലിറ്റുമോൾ എന്തിയാ? അവള് ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? വാ, നീഞ്ഞു വന്നേ. ആ ചെക്ക് ശരിയല്ല. നീ ആരുടെ മായി നോക്കി നിൽക്കുക? നീ പോയി, നീ ഒരു കാര്യം പോയി സമോസ അങ്ങ് വളർത്ത.
ലിറ്റ് മോളെ. One second, coming, Daddy. നീ എന്നെ പരിപാടിയാണ് കാണിച്ചത് അതങ്ങനെ ഭാര്യയെ ഭാര്യയോ അങ്ങനെ മോളെ എന്ന് വിളിക്കുന്ന കേട്ടു. മോളല്ലടാ മോളി 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 എന്നാണ്, പക്ഷെ കണ്ടാ പറയത്തില്ല. ഫുൾ മേക്കപ്പാടാ ഫുൾ മേക്കപ്പാ. ആണോ? ഓ ഇവന്റെ ഒരു കാര്യം. ആ പോട്ട്. ഇയാൾ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഞാനേ ഇത് വണ്ടി വെച്ച് മറന്നുപോയി, ഇത് എടുക്കാൻ പോയതാ. ഇതെന്ത്? മെറി ക്രിസ്മസ്. ഓ താങ്ക് യു. അല്ലേട്ടാ, അപ്പം അസോസിയേഷന്റെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ എവിടെ വരെ ഈ പാനലൊക്കെ സെറ്റപ്പ് ആയോ? സെറ്റപ്പായി എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ആയി വരുന്നു. ആ മോള് വന്നല്ലോ. നോക്കി. ആയി മോളെ. നമസ്കാരം. ഇവിടെ ഇരുന്ന മോളെ. അതെ, ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇനി കിട്ടില്ലെന്നും പറഞ്ഞേക്കാം. അപ്പൊ ഇത്തവണത്തെ ഇലക്ഷൻ ഇച്ചിരി ചൂടാ അല്ലേ? ഒരു പറ്റയാണ് ഒരു പാനലൂടെ വരും. ഇവനൊക്കെ ഇത് എന്തിന്റെ കേടാതെ. ജോർജ് എത്തിയോ? ഞാൻ 2 സമോസ എടുത്തു. ഞാൻ കൊടുത്തോളാം. നീ പോയി ബാക്കി കൂടെ വറക്ക്. അല്ല വരുന്നുണ്ട്. പേടിക്കണ്ട അത് വറക്കുന്നുണ്ട്. ഓ നല്ല ചൂടാണല്ലോ. ഇപ്പൊ എടുത്തോളൂ ഈ തോന്നല്ലേ? തണുപ്പ് കാലത്ത് ഇച്ചിരി ചൂടില്ലെന്നുണ്ടെങ്കിൽ തിന്നാൻ എന്നാ ഒരു രസയിരിക്കുന്ന അത് ശരിയാ, പക്ഷെ വാവുള്ളൂ. അല്ലേ? ചൂടെങ്ങനെ ചെറുത്. നല്ല ചോദ്യം, എടുത്തോട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് ജോണി വാക്കറ ബ്ലാക്ക് ലെവൽ. അത് ശരി വേണ്ടായിരുന്നു. മോൾക്ക് കുടിക്കാത്ത ആളുകളെ ഇഷ്ടം. അല്ല സോഡ വേണ്ടായിരുന്നു പറഞ്ഞ. എണ്ണ ഇച്ചിരി കുടിക്കാത്ത ആണുങ്ങളുണ്ടോ? പിന്നല്ലാതെ. ചേട്ടാ എടുക്ക്, ചേട്ടൻ എടു. ഞാൻ എടുത്തോളാം. ഞാൻ ഇച്ചിരി പതുക്കെ കുടിക്കുന്ന കൂട്ടത്തിലാണ്. അതെയോ? ഞാൻ കഴിച്ചോളാം. അപ്പൊ ചേട്ടാ, ഇത്തവണ പ്രസിഡന്റ് ആയിട്ട് ആർക്കാ കൂടുതൽ ചാൻസ് കാണണേ? അതെ, ആ തോമാച്ചന് ചാൻസ് ഉണ്ട്. അവന്റെ കൂടെ ആളുണ്ടോ? ആ അസോസിയേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ വാർഷികത്തിന് വന്നിട്ടില്ലായിരുന്നല്ലേ? ഇല്ല, എനിക്ക് വേറെ അത്യാവശ്യ കാര്യം. എന്റെ പൊന്നോ, ഇവളൊരു നല്ല പാട്ടുകാരിയാ, നിനക്കറിയത്തില്ലേ? ലിറ്റ് മോള് പിന്നെ എനിക്കറിയാവുന്നല്ലേ. അവള് നന്നായിട്ട് പാടുന്നു. കഴിഞ്ഞ വാർഷികത്തിന് അവളൊരു പാട്ടങ്ങോട് പാടി. എന്താ ഓളും നിറയെ ആൾക്കാരിരിക്കില്ലേ, പാട്ട് തീരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ കയ്യടി. കേട്ടോ? മോളെ നീ അതൊന്ന് പാടിക്കേ. No, Daddy. ഒന്ന് പാടക്കൊട്ട, ഇവരൊന്ന് കേക്കട്ടെ. എന്താ ഇത്? പാടിയോ? Tish, 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 tish. Ela, ela, ela. Ela, ela, ma. Ela, 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 ma. Randaka, 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 randaka. Andangaka, kondakari. Tish. എന്നെ പറ്റി? ഗ്യാസ് വന്ന സോറി കേട്ടോ, ഐ എം സോറി. ഗ്യാസിന്റെ ചെറിയ പ്രശ്നം. എങ്ങനെയുണ്ട് പാട്ട്? ഓ കൊള്ളാം. അല്ല, ഒന്നാന്തര പാട്ടല്ലേ? ഞെട്ടിച്ചു. ഇവള് പള്ളിയുടെ കൊയറിലും പാടുന്നുണ്ട്. അത് ശരി, അവിടെ ഉണ്ടായിരുന്നു. ആ കന്യാമരമേ എന്നുള്ള ആ പാട്ടൊന്ന് പാടിക്കാൻ കുട്ടി. വേണമളെ, ഈ നമ്മൾ ഈ കള്ളൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ ഈ കന്യാമറിയം പാടിയ മാതാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് ഞാൻ പിന്നെ പാടി നല്ല ഒന്നാമതായിട്ട് പാട്ട് പാടും. നമുക്ക് പിന്നെ ഇനി പോകാനൊക്കെ ധൃതിയില്ലേ ഉമ്മാർക്ക് ഇതൊക്കെ ഉള്ളത്. നല്ല ഒന്നാം ഡാൻസുകാരിയാ. ഡാൻസ് കളിക്കൂ. എന്റെ പൊന്നെ, തട്ടേ കയറിയാണല്ലോ സ്റ്റേജ് ഇളകി മറിയും. ഇവളെ കമ്പ്യൂട്ടറിൽ ഭയങ്കര മിടിക്കുക. എപ്പം നോക്കിയാലും അതേ കുത്തിക്കൊണ്ടിരിക്കണതാണ്. ഒരു കാര്യം ചെയ്യും മോളെ, ഇവരെ അതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കും. കാണിച്ചു കൊടുക്കോളെ. മോനെ നമുക്ക് ഇവിടെ ഇരിക്കാം. കമ്പ്യൂട്ടർ അല്ല, അത് കുട്ടികളല്ലേ, കുട്ടികൾ എന്താന്ന് ചെയ്യട്ടെ. പിള്ളേരല്ലേ.
Are you okay? Are you hot? ഇല്ല കുഴപ്പമില്ല. So, what do you do? ഞാനിവിടെ മറ്റേ നേഴ്സാണ് ഇവിടെ മങ്കൻ അല്ല സോറി ലിങ്കൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. Okay. ഇഷ്ടമായോ? അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചാ I mean your job. ജോലി കുഴപ്പമില്ല. That's good. നമുക്ക് ഞങ്ങളുടെ ജോലി ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഡാഡി വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. പക്ഷേ എനിക്ക് ഇന്റീരിയർ ഡിസൈനിങ് ഇഷ്ടം. വെരി ഗുഡ്. ഞാനൊരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാണണോ? വേണ്ട നമുക്ക് പിന്നെ സമയമുണ്ടല്ലോ, പിന്നെ എപ്പോഴും കാണാം. ഞാൻ കിച്ചൺ സൈഡിലോട്ട് കൂടെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. ബോബിക്ക് കുക്കിംഗ് അറിയാവോ? കുക്കിംഗ് എനിക്ക് പക്ഷെ ഈറ്റിംഗ് ആണ് കൂടുതൽ താല്പര്യം. ഉപ്പുമാവ് പ്രത്യേകിച്ച്. ഉപ്പുമാ, ഓ ഐ ഹേറ്റ് ഇറ്റ്. സൺഡേ ആയാലും ഇതാ എനിക്ക് ടെൻഷൻ. എന്നും ഉപ്പുമാ. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ട് പള്ളിയിലോട്ട് പോവാ. എന്നാ വെയിറ്റ് ആയല്ലേ ഭയങ്കര. Do you watch basketball? പിന്നെ ഞാൻ നമ്മുടെ സ്കൂളില് ബെസ്റ്റ് പ്ലെയർ അല്ലായിരുന്നു. Oh, yeah, my ex-boyfriend got us basketball scholarship to college. ബോയ്ഫ്രണ്ട് അല്ലേ? ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു. So who's your best player? അതിപ്പോ പെട്ടെന്ന് ചോദിച്ചാ Kobe? ഗോപി. No. Kobe Bryant. കോബി Yeah. ബ്രയാന്റ്. അവൻ ഉഗ്രം കളിക്കാരനല്ലായിരുന്നു, ഭയങ്കര കളിയായിരുന്നു. I know. Did you see the game the other day against the Heat? എന്തൊരു കളിയായിരുന്നു. അതെ ഭയങ്കര കളിയല്ലായിരുന്നു. ഞാൻ എന്റെ ന്യൂസ് ഹൈലൈറ്റ് മാത്രമേ കണ്ടുള്ളൂ. Really? അവനോട് ചോടി എന്നോ ഗോളായിരുന്നില്ലേ? ഗോൾ അവളവിടെ മുറിയടച്ചിരിപ്പാ. എന്റെ അമ്മോ, എന്താ കുന്തമോ? കുത്തി കീറിയനെ. അതാ ജോർജ് കൊണ്ട് തന്നതാ. അത് എന്നെ നോക്കി. എന്താ കൊമ്പോ? ഒരു കാര്യം ചെയ്യ്, അത് അങ്ങനെ തന്നെ വെച്ചേര്. നാളെ നമ്മൾ രാജുവിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാം. പൊന്നു വെച്ചോ. ഏത് സഭയെ കൂടിയാലും അവൻ അങ്ങനത്തെ ഒരു വൃത്തിയോട് പറച്ചിലുണ്ട്. അത് ശരിയല്ല. പിന്നെ എന്റെ അടുത്ത് അവന്റെ കളി നല്ല ഗോളായി. ഓ ചേട്ടാ, നമ്മുടെ പെണ്ണുങ്ങളുടെ ബഹളം വെച്ച് തുടങ്ങി. എന്നാ ഞാനങ്ങ് ഇറങ്ങുക. ഇനിയിപ്പോ അത് കാരണം പ്രശ്നങ്ങൾ ആയിക്കോട്ടെ, കുടുംബ പ്രശ്നം ഉണ്ടായത് വേണ്ട. അപ്പൊ എല്ലാ പരിപാടികളൊക്കെ ഉഷാറായി. അത് കുഴപ്പമില്ല, നീ അതൊക്കെ വലിച്ചു വിട്ടെ, അതങ്ങ് തീർക്ക. ഇത്ര മതി, ഞാൻ ഇറങ്ങുക. പരിപാടിയൊക്കെ ഉഷാറായി. അപ്പൊ റിൻസി ചേച്ചിയോട് പറയും. ഓക്കെ, പറഞ്ഞേക്കാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. അപ്പൊ റിൻസി ചേച്ചി ഞാനങ്ങ് ഇറങ്ങുക കേട്ടോ. പരിപാടിയൊക്കെ ഉഷാറായി. അവളകത്തെ കണ്ട, ഞാൻ പറഞ്ഞേക്കാം. പോയോ? പോയി. നിനക്ക് ഇനി എന്നാ അടുത്ത ഓഫ്? നമുക്ക് ആ ഫ്രാൻസിസിനെയും കുടുംബത്തെ ഒന്ന് വിളിച്ചേക്കാം. നാളെ അവരുടെ വീട്ടിൽ പോയതല്ലേ. ആരാ വിലടിച്ചേ? ഞാൻ നോക്കിട്ട് വരാം. അവന്റെ ഒരു കാര്യം ചുമ്മാ ഒന്ന് കൂടിയാൽ അവൻ ഗിഫ്റ്റുമായിട്ട് വന്നേക്കണം. നീ ഇത് മാറ്റി വെച്ചു എന്നാ നമുക്ക് നോക്കിക്കളെ. നീ ഇതുകൊണ്ട് അകത്തോണ്ട് വെച്ചേ, അതെല്ലാം എടുത്തോണ്ട്. എന്തുവാന്ന്? ഒന്നും ഇല്ലടി, അതുകൊണ്ട് വെയ് ചെയ്ത്. നമ്മുടെ കൊമ്പ്